ഹലോ എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലാണ് കേട്ടോ. മിക്കവാറും നാളികേരം കിട്ടുന്ന വീടുകളാണെങ്കിൽ ഇതുപോലെ ടെറസിൻ്റെ മേലിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറകുവശത്തോ ഒക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങകൾ കൂടിക്കിടപ്പുണ്ടാവും അല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് ഉപയോഗിച്ചതിന് ശേഷവും ബാക്കി വരുന്ന തേങ്ങകൾ സാധാരണ കിടന്ന് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ആട്ടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനൊന്നും തികയില്ല, വളരെ കുറച്ച് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധയില്ലാണ്ട് അതങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി പോകുന്ന തേങ്ങ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ മോൻ തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ജോലികളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരികയും ചെയ്യും. പിന്നെ ഇതുപോലുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു അവധി ദിവസം ഇതിന് വേണ്ടിയിട്ട് ചെയ്യുക. കാരണം ഇതിന് കുറച്ച് എക്സ്ട്രാ ടൈമൊക്കെ വേണ്ടി വരുന്ന ജോലികളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഞായറാഴ്ചയൊക്കെ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ ഇത് ചെയ്യുന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു 8-10 തേങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. തേങ്ങ എന്ന് പറയാൻ പറ്റില്ല, ഇത് കൊപ്രയാണ്. ഇത് കിടന്ന് ഉണങ്ങി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് അത്രയ്ക്കും ഡ്രൈ ആയിട്ട് കിടന്നേച്ച സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ കട്ട് ചെയ്ത് തന്ന എൻ്റെ മോനാണ് കേട്ടോ. നമ്മളിത് വെച്ച് ഇനി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ, വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചത്തേങ്ങ ചിരണ്ടി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഉണങ്ങിയതായതുകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോളുണ്ടായ സമയത്ത് അവൾക്ക് മുടി വളരെ കുറവായിരുന്നു. ഉണ്ടാവുന്ന മുടിയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ മുടിയായിരുന്നു. പിന്നെ മാത്രമല്ല അതിനൊട്ടും കളർ ഉണ്ടായിരുന്നില്ല. കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്പൻ കളറായിരുന്നു. അപ്പോൾ മുടി കുറച്ച് കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് ഒരു 5-6 പ്രാവശ്യമെങ്കിലും മുടി വടിച്ച് നോക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്നും മുടി കട്ടിയായിട്ട് വന്നിരുന്നില്ല. പിന്നീട് ഈ ഓയിൽ ഉണ്ടാക്കി സ്ഥിരമായിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് മുടി അത്യാവശ്യം കട്ടിയിൽ വളരാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്യാവശ്യം കരുത്തുള്ള മുടിയാണ്. പിന്നെ കുട്ടി ആയതുകൊണ്ട് മുടി നീട്ടി വളർത്തുന്നില്ല. ഇത് കുട്ടികളുടെ മുടിക്ക് മാത്രമല്ല സ്കിന്നിനും വളരെ നല്ലതാണ്. ഈ ഒരു ഓയിൽ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരുടെ മുടി വളരാനായിട്ടും നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിയിട്ട് മുടി വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൊപ്ര മുഴുവനും മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊപ്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാം. ഒരു അരിപ്പയിൽ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുക്കാം. അപ്പോൾ ചിലരൊക്കെ തുണിയിൽ വെച്ചിട്ടാണ് ഇത് പിഴിയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറേ കൂടെ നന്നായിട്ട് കിട്ടും. ഞാനിവിടെ വെറുതെ കൈകൊണ്ട് തന്നെയാണ് ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത്രയും പാലാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതൊരു വലിയ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരു വലിയ ചീനച്ചട്ടിയിൽ വെക്കണം. പിന്നെ ഞാനിത് പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് തന്നെ തീ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് വരും. ആ സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഒരു കട്ട പോലെ വരും. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറി വരും. അപ്പോൾ ഈ സമയത്താണ് ഇതിൽ നിന്ന് വെളിച്ചെണ്ണ നന്നായിട്ട് ഊറി വരുന്നത്. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓയിലാണിത്. മുടി പൊഴിയുന്നത് നിൽക്കാനും അതുപോലെ പുതിയ മുടികൾ കിളിർക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ താരൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനൊക്കെ ഈ ഒരു ഓയിൽ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിത് ഇറക്കേണ്ട സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കരിയിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് കരിയുന്നതിന് മുമ്പ് തന്നെ എടുത്തു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് എണ്ണ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഒരല്പം കൂടെ നന്നായിട്ട് കരിയിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആയിട്ട് ഊറി വരികയുള്ളൂ. അപ്പോൾ ഒരല്പം കരിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ എണ്ണയിലേക്ക് ആ ഒരു സ്മെല്ലൊന്നും വരികയൊന്നുമില്ല. പിന്നെ നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതൊരു തുണിയിലാണ് പിഴിഞ്ഞ് എടുക്കേണ്ടത്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടും.
അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ള ഓയിലെന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ 10 തേങ്ങയുടെ അടുത്ത് എടുത്തെങ്കിലും അത് വളരെ ചെറിയ തേങ്ങയും അതുപോലെ കൊപ്രയൊക്കെ ആയിരുന്നു. നമ്മൾ പച്ച തേങ്ങയിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഓയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരുപാടൊന്നും എടുക്കണ്ട, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 100% റിസൾട്ടായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ഒക്കെ മുടിയിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഓയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാരണം കുറച്ച് ടൈം എടുത്തിട്ടായാൽ പോലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുകയും വേണം കമൻസിലൂടെ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തുടർന്നും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. താങ്ക്